Kerala government and Kozhikode City Police and agreeing to launch the very important Operation Tufan on this day. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ 3-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്ത ഒരു സ്പെഷ്യൽ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തൂഫാൻ. ഡ്രഗ്സിനെ കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഡ്രഗ് നെറ്റ്വർക്ക്സ് ഡിസ്മാൻഡിൽ ചെയ്യാനും പോലീസും മറ്റ് എൻഫോഴ്സ്മെന്റ് ഏജൻസീസിന്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടി ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തൂഫാൻ. അപ്പൊ നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പും ഓപ്പറേഷൻ ഡി ഹണ്ട് അതുപോലത്തെ പല ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്രയും ചെയ്താലും അത് മതിയാകത്തില്ല. കാരണം ഡ്രഗ്സിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ദ സ്കെയിൽ ഹാസ് ബിക്കം സോ ഹ്യൂജ്. നമ്മൾ എത്രയും കേസ് ഡിറ്റക്ട് ചെയ്താലും എത്രയും അവയർനെസ് നടത്തിയാലും ദർ ഇസ് ഓൾവേസ് സ്കോപ്പ് ഫോർ ലിറ്റിൽ ബിറ്റ് മോർ. കോഴിക്കോട് സിറ്റിയിൽ നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടായിരിക്കും, എല്ലാ 2 ദിവസം കൂടുമ്പോഴും കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി സൈക്കോട്രോപിക് ഡ്രഗ്സിന്റെ സീഷേഴ്സ് നടക്കുന്നുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, എക്സൈസ് ഉൾപ്പെടെയുള്ള എല്ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസീസും ധാരാളം ഡ്രഗ്സ് സിറ്റി ലിമിറ്റിനുള്ളിൽ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ സ്കൂളിൽ ഇതിന്റെ ഉദ്ഘാടനം വെക്കാൻ തീരുമാനിച്ചത് തന്നെ is because of the target population which is using drugs. ഇപ്പൊ നമ്മൾ കേസിലെ പ്രതികളുടെ ഏജ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഒരു 90% കേസസിലും പ്രതികളുടെ ഏജ് നോക്കുമ്പോൾ 25 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരായിരിക്കും. എല്ലാ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോഴും ഞാൻ പ്രതികളുടെ ഏജ് നോക്കാറുണ്ട്. 19 വയസ്സ്, 20 വയസ്സ്, 21 വയസ്സ്, 22 വയസ്സ്, കൂടിപ്പോയാൽ 25 വയസ്സ്. ദാറ്റ് ഇസ് ദി അപ്പർ ഏജ് ലിമിറ്റ് ഓഫ് മോസ്റ്റ് ഓഫ് ദ അക്യൂസ്ഡ് ഹു ആർ അറസ്റ്റഡ് ഇൻ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസസ്. കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഡ്രഗ്സിന്റെ കാരിയേഴ്സ് ആണ്. ഇത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചിട്ട് ഇത് ക്യാരി ചെയ്ത് പലർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാരിയേഴ്സ് ആണ് ഈ പറഞ്ഞ പ്രതികൾ. സോ ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ് അവർ വഴിതെറ്റി ഇങ്ങനത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആയിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. പലരും നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന പിള്ളേർ തന്നെയാണ്. ബട്ട് ഡ്യൂ ടു സം റീസൺ ഇതിന്റെ ഈ ഡ്രഗ്സിന്റെ ഈ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ്സ് സോ പെർവേസീവ്, സോ വൈഡ് സ്പ്രെഡ്. പലർക്കും ഇത് റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ടാണോ അവര് ഈ ഒരു പാത്ത് പർപ്പസ്ഫുള്ളി ചൂസ് ചെയ്യുന്നതാണോ എന്താണെങ്കിലും ആസ് എ സൊസൈറ്റി നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ എപ്പോഴും അതിന്റെ ദോഷങ്ങളെ കുറിച്ചും അതിന്റെ ഹാംഫുൾ എഫക്ട്സിനെ കുറിച്ചും പിന്നെ ദ ഡേഞ്ചേഴ്സ് ഓഫ് ടേണിംഗ് ടു എ ലൈഫ് ഓഫ് ഡ്രഗ്സ് അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു പബ്ലിക് ഡിസ്കോഴ്സ് എപ്പോഴും ഇതിനെക്കുറിച്ച് ഉണ്ടാകണം. നോട്ട് ഈവൻ ഫോർ എ മിനിറ്റ് വി കൻ അഫോർഡ് ടു ഫർഗെറ്റ് അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ്സ്. ഒത്തിരി അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഡ്രഗ്സ് നല്ലൊരു കാര്യമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും still the number of youngsters who are turning to this is very, very alarming. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചെറുപ്പക്കാർക്ക് മെച്യൂരിറ്റി കുറവാണ്. നിങ്ങൾക്ക് ശരി എന്താണ് തെറ്റെന്താണ് അത് തിരിച്ചറിയാനുള്ള ഒരു ഫുൾ മെച്യൂരിറ്റി ആയിട്ടില്ല. ഈ ഒരു പ്രായത്തിൽ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയൊരു സാധനം നിങ്ങൾക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ട്രൈ ചെയ്യാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനോടൊരു ടെംപ്റ്റേഷൻ തോന്നും, ഒരു അട്രാക്ഷൻ തോന്നും. ദാറ്റ് ഈസ് ദ ക്യാരക്ടർ ആൻഡ് നേച്ചർ ഓഫ് യങ്സ്റ്റേഴ്സ്. പക്ഷെ നമ്മൾ ഇത് എത്രയും ഡേഞ്ചറസ് ആണെന്ന് അറിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് സംവെയർ ഇൻ അവർ മൈൻഡ് വി വിൽ നോ ദാറ്റ് ദിസ് ഇസ് നോട്ട് സംതിങ് ടു ബി ട്രൈഡ് ഔട്ട്, ദിസ് ഇസ് നോട്ട് സംതിങ് ടു ഗിവ് ഇൻ ടു അവർ ടെംപ്റ്റേഷൻ. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ത് സാധനം ഓഫർ ചെയ്താലും അത് നമ്മൾ മേടിക്കാതിരിക്കുക. ആരെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സൂചന നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ സ്കൂളിൽ വന്ന് നിങ്ങളുടെ സ്കൂൾ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യണം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ എവിടെന്നെങ്കിലും ഇങ്ങനെ ഒരു പ്രേരണ അല്ലെങ്കിൽ ടെംപ്റ്റേഷൻ വരുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ തുറന്ന് നിങ്ങളുടെ പേരൻസിനോട് പറയണം. ബിക്കോസ് വൺസ് യു ഗെറ്റ് ഓൺ ടു ദാറ്റ് പാത്ത് ദെൻ ദെയർ ഇസ് നോ ടേണിംഗ് ബാക്ക്. അതിൽ നിന്ന് പിന്നെ പുറത്തോട്ട് വരാനും പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ റിവേഴ്സ് ചെയ്യാനും ഇറ്റ് ഇസ് നെക്സ്റ്റ് ടു ഇംപോസിബിൾ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്നലെ എൻ്റെ ഓഫീസിൽ ഒരാൾ വന്നിരുന്നു. അപ്പം പുള്ളി പോർട്ടിൽ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പം സെലക്ഷനായി. ഇപ്പം നിങ്ങൾക്കറിയാം, ഏത് ജോലിക്ക് നമ്മൾ സെലക്ട് ആയാലും ആദ്യം ചോദിക്കുന്ന ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന പോലീസിന്റെ ഒരു പോലീസ് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റാണ്. അതിലെന്താണ് നമ്മൾ എഴുതുന്നത്? ഇയാൾക്ക് പ്രീവിയസ് ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടോ, ഉണ്ടെങ്കിലോ ആ കേസസിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ പ്രസന്റ് സ്റ്റാറ്റസ്. അത് ചെറിയ കേസ് ആയിക്കോട്ടെ, അതൊരു ചെറിയൊരു പെറ്റി കേസ് ആണെങ്കിൽ പോലും ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദ റെക്കോർഡ്സ്. ഇയാൾ എൻ്റെ അടുത്ത് വന്നു. ഇപ്പം 2018-ലും 2019-ലും 2 കേസ് ഉണ്ടായിരുന്നു. ഒരു NDPS കേസും ഒരു അബ്കാരി ആക്ട് കേസും.
പോലീസിനെ സംബന്ധിച്ചോളം ചെറിയ കേസ് ആയിരിക്കും, അത് ഫൈൻ അടിച്ച് കമ്പൗണ്ട് ചെയ്ത് പോയ കേസ് ആയിരിക്കും. പക്ഷെ അത് ആ നോൺ ഇൻവോൾവ്മെന്റ് ഇൻ ക്രൈം സർട്ടിഫിക്കറ്റിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി വന്ന് എന്നോട് ചോദിച്ചത്, ഇത് കാണിക്കാതിരിക്കാൻ നല്ല ഓപ്ഷൻ ഉണ്ടോ? ഇപ്പൊ ഞാൻ ഫൈൻ അടിച്ച് പോയ കേസല്ലേ, അപ്പൊ ഇതെന്റെ റെക്കോർഡ്സ് ഒന്ന് ഇറേസ് ചെയ്യാൻ പറ്റുമോ? കാരണം ഇതുമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പം എനിക്ക് ജോലി കിട്ടത്തില്ലെന്നുള്ള രീതിയിലാണ് അവിടെ എനിക്ക് കിട്ടിയ അറിയിപ്പ്. So you have to understand, once your name comes into the record, നിങ്ങൾ ചെറിയൊരു കേസിൽ പോലും പ്രതിയായി കഴിഞ്ഞാൽ അത് ഫോറെവർ നമ്മുടെ റെക്കോർഡ്സിൽ കാണും. നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നതും, or if you are trying to go abroad for some studies, everywhere they ask for a police clearance certificate now. And if you have even a small case in your record, that becomes a black mark forever in your record, and it makes things very, very difficult. നമ്മൾ ഇതൊക്കെ ഇതിലൊക്കെ ഇൻവോൾവ് ആകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ലോങ് ടേം കോൺസിക്വൻസിനെ കുറിച്ച് അറിഞ്ഞുകൂടായിരിക്കും. പക്ഷെ വളരെ ദയനീയമായുള്ള ഒരു അവസ്ഥയാണ്. ബിക്കോസ് നമുക്ക് പിന്നെ നല്ലൊരു ജോലി കിട്ടത്തില്ല. നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും അതൊരു ഒബ്സ്റ്റക്കിളായിട്ട് ഇങ്ങനെ നിൽക്കും. Our past criminal background will always be there as a record which cannot be erased. So this is the most serious consequence that comes out of getting involved in drugs. അതുകൂടാതെ ഒരുപാട് ഇതിന്റെ ഫിസിയോളജിക്കൽ എഫക്ട്സ്, സൈക്കോളജിക്കൽ എഫക്ട്സ്. ഒരിക്കലും നമുക്ക് സമൂഹത്തിൽ ഒരു നോർമൽ സിറ്റിസൺ ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു റെസ്പോൺസിബിൾ, പബ്ലിക് മൈൻഡഡ്, ഗുഡ് സിറ്റിസൺ ആയിട്ട് നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഡ്രഗ്സിന്റെ അടിമയായി കഴിഞ്ഞാൽ. ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് യുവർ മൈൻഡ്, ഇറ്റ് വിൽ ഡിസ്ട്രോയ് യുവർ ബ്രെയിൻ, ഇറ്റ് വിൽ ഡിസ്ട്രോയ് യുവർ ബോഡി. നിങ്ങളൊരു ഡ്രഗ് അഡിക്റ്റിന്റെ ഒരു ഫോട്ടോ എടുത്തൊന്ന് നോക്കിയാൽ മതി. അവരുടെ കണ്ണ് എങ്ങനെ ഇരിക്കുന്നത്, അവരുടെ മൊത്തത്തിലുള്ള അപ്പിയറൻസ് എങ്ങനെ ഇരിക്കുന്നത്, അതുപോലെ അവരുടെ ബോഡി ലുക്ക് ലൈക്ക്. ഇവരെ മെലിഞ്ഞ് ഉണങ്ങി, കണ്ണൊക്കെ വളരെ ബ്ലഡ് ഷോട്ട് ആയിരിക്കും. ആൻഡ് വി കാൻറ്റ് ഈവൻ തിങ്ക് റൈറ്റ്, ദേ ആർ ഹാർഡ്ലി എവർ ഇൻ ദെയർ സെൻസസ്. പിന്നെ ഒരുപാട് ഫോഴ്സസ് us to act in a very exaggerated way. നമുക്ക് ചെറിയൊരു ദേഷ്യം ആരോടെങ്കിലും തോന്നുവാണെങ്കിൽ, നമ്മൾ ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വയലന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റിലോട്ട് മാറും. നിങ്ങൾ എല്ലാവരും പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും എത്രയോ വയലന്റ് മർഡേഴ്സ്, ക്രൈംസ് ഡ്രഗ് അഡിക്ട്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് സംതിങ് വിച്ച് ക്രിയേറ്റ്സ് endless number of problems and it is destroying society. ഇത്രയും വലിയൊരു പ്രോബ്ലമാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കണം, സംസാരിക്കണം, എപ്പോഴും ഡയലോഗ് വേണം. ആൻഡ് forever in our mind we should say no to drugs. ഒരു കാരണവശാലും ലോള സ്കൂളിലെ ഒരു കുട്ടിയും അതുപോലെ കോഴിക്കോട് സിറ്റിയിലെ ഒരു കുട്ടിയും ഡ്രഗ്സ് ഉപയോഗിക്കല്ല. അതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ അടിമയായ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരെ ശരിയായ വഴി കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. യു ഷുഡ് ഇൻഫോം റെസ്പോൺസിബിൾ എൽഡേഴ്സ് സോ ദാറ്റ് നെസസറി സപ്പോർട്ട് ക്യാൻ ബി ഗിവൻ ടു ദം. നമ്മൾ ഈ കേസുകൾ കൂടുതൽ ഡിറ്റക്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു റീഹാബിലിറ്റേറ്റീവ് സൈഡ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം പ്യൂർലി ഒരു പണിഷ്മെന്റ് ഓറിയന്റഡ് അപ്രോച്ചുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരുപാട് ചെറുപ്പക്കാരെ നമ്മൾ ആവശ്യമില്ലാതെ പീനലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പാർട്ടിയിൽ പോയി ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി ഒരു പ്രാവശ്യം ഡ്രഗ്സ് ട്രൈ ചെയ്ത് നമ്മളൊരു റെയ്ഡ് നടത്തി, നമ്മളൊരു കേസ് എടുത്തു, പിന്നെ ഫോറെവർ ആ വ്യക്തിയുടെ പേരിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ കേസ് കാണും. അപ്പൊ അവരെ അങ്ങനെ കേസിൽ പ്രതികളാക്കാതെ കൂടുതൽ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഏർലി ഡ്രഗ് യൂസേഴ്സിനെ കൗൺസിൽ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു റീഹാബിലിറ്റേഷൻ കൊടുത്ത് മെന്റൽ സപ്പോർട്ട് കൊടുത്ത് അവരെ ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള കാര്യങ്ങളും നമ്മൾ സിസിഫിലിസിന്റെ സൈഡിൽ നിന്ന് നോക്കും. We are keen on partnering with NGOs and other social organizations who are working in this sphere. അപ്പം പ്ലീസ് അപ്രോച്ച് us. ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. സോ once again on this occasion I thank Father Principal for giving us this opportunity. പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പരീക്ഷയിൽ നല്ലപോലെ പെർഫോം ചെയ്ത് കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. സോ അക്കാഡമിക് എക്സലൻസ് അഗൈൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ വളരെ കമ്പറ്റീറ്റീവ് വേൾഡിലാണ് ജീവിക്കുന്നത്. അക്കാഡമിക് എക്സലൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. വി ഷുഡ് സെലിബ്രേറ്റ് ഇറ്റ്. ഇന്നിവിടെ പ്രൈസ് മേടിക്കുന്ന എല്ലാ കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. യു ഹാവ് മേഡ് യുവർ ടീച്ചേഴ്സ് ആൻഡ് യുവർ പേരൻസ് ആൻഡ് യുവർ സ്കൂൾ വെരി വെരി പ്രൗഡ്. സോ പ്ലീസ് കീപ് അപ്പ് ദിസ് അച്ചീവ്മെന്റ്. അതുപോലെ ഇന്നിവിടെ പ്രൈസ് മേടിക്കാൻ അവസരം കിട്ടാത്ത കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇറ്റ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്. നമ്മൾ എഴുതുന്ന എല്ലാ പരീക്ഷയിലും നമുക്ക് ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് ഇന്നിവിടെ പ്രൈസ് കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കല്ലോ, സങ്കടപ്പെടല്ലോ. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഐ ഹാഡ് ഫെയിൽഡ് ഇൻ എക്സാംസ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ കെമിസ്ട്രി എക്സാമിൽ ഞാൻ ഫെയിൽ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് യു വിൽ നോട്ട് ബിക്കം എ സക്സസ്ഫുൾ പേഴ്സൺ. അപ്പം അക്കാഡമിക് എക്സലൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്. നമുക്ക് എല്ലാവർക്കും
സ്ട്രെങ്സ് ഉണ്ട്, അതുപോലെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീക്ക്നെസ്സസ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റിലും ചിലപ്പോൾ നമുക്ക് ഒരുപോലെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സോ ഡോണ്ട് ഗെറ്റ് ഡിസ്ഹാർട്ടൻഡ്. എപ്പോഴും നമ്മൾ നമ്മുടെ പെർഫോമൻസ് ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. ദി ഐഡിയ ഇസ് ടു കംപീറ്റ് വിത്ത് യുവർ സെൽഫ്. കോമ്പറ്റീഷൻ വേറെ ആളുമായിട്ടല്ല, നമ്മളുമായിട്ട് തന്നെയാണ്. അപ്പൊ ഇന്നലെ what we were yesterday, we have to try to become a better version of that today. So don't lose hope. You are all winners. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയും ഒരു വിന്നർ തന്നെയാണ്. ആ ഒരു വിന്നിംഗ് സ്പിരിറ്റ് എപ്പോഴും നിങ്ങളുടെ മനസ്സ് വേണം. എല്ലാവർക്കും സ്ട്രെങ്സ് ഉണ്ട്, എല്ലാവർക്കും കഴിവുണ്ട്. യു ആർ ഓൾ ബ്ലെസ്ഡ് ബൈ ഗോഡ്. പിന്നെ എല്ലാവർക്കും ഒരു ഡെസ്റ്റിനി ഉണ്ട്. ഓൾ ഓഫ് യു വിൽ റീച്ച് ഗുഡ് പൊസിഷൻസ് ഇൻ ലൈഫ് പ്രൊവൈഡഡ് യു ഡോണ്ട് സ്ട്രേ ഇൻ ടു ദ റോങ് പാത്ത്. അപ്പൊ തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ബാക്കി എല്ലാം നമ്മൾ ശരിക്കും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടാനുള്ള എല്ലാം നമ്മൾ അറിയിക്കുന്ന എല്ലാം നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് മൈ മെസ്സേജ് ടു ഓൾ സ്റ്റുഡൻസ് ടുഡേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു അക്കാഡമിക് ഇയർ ഞാൻ ആശംസിക്കുന്നു. മേ ലോയോല സ്കൂൾ ഹാവ് എ വണ്ടർഫുൾ പ്രൊഡക്റ്റീവ് ആൻഡ് excellent academic year ahead, and may the school fulfill everything that it has set out to do. Thank you very much. ഇത്രയും മഴയായിട്ടും ഇവിടെ എത്തിയ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകം എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇത്രയും മീഡിയ പേഴ്സൺസിനെ ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. അപ്പൊ നിങ്ങൾ ഈ പരിപാടിക്ക് കാണിച്ച സപ്പോർട്ടും അതുപോലെ കോഴിക്കോട് സിറ്റി പോലീസിനോട് കാണിച്ച ഈ സ്നേഹം ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. സോ താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ഒരു സഹകരണം ഈ ഒരു പരിപാടിയിൽ തുടർന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. So thank you very much for everyone who has reached here today. Thank you once again. Thank you, ma'am.